പണം തട്ടിച്ചതിൽ മനംനൊന്ത് കോഴിക്കോട് DCC സെക്രട്ടറിയുടെ വീട്ടിൽ പോയി ഒരു വയോധികൻ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. നിങ്ങൾ എത്ര പേർ ഈ വാർത്ത അറിഞ്ഞു? കരുവന്നൂർ ബാങ്ക് ഈ നാട്ടിലെ സകലമാന മനുഷ്യരുടെ മനസ്സിലെത്തി. പക്ഷേ വയനാട് DCC ട്രഷററും മകനും ആത്മഹത്യ ചെയ്തത് പോലെ തന്നെ ഇബ്രാഹിം കുഞ്ഞെന്നൊരു വ്യക്തി 75 ലക്ഷം പറ്റിച്ചതിന്റെ മനോവിഷമത്തിൽ ചെയ്ത പ്രവർത്തനത്തെക്കുറിച്ചുള്ള വാർത്തയൊന്ന് കേട്ടെ. പ്രധാന വാർത്തയിലേക്ക്. കോഴിക്കോട് DCC സെക്രട്ടറിയുടെ വീട്ടിൽ ആത്മഹത്യാ ശ്രമം നടത്തിയ വയോധികൻ മരണത്തിന് കീഴടങ്ങി. തിരുവള്ളൂർ സ്വദേശി ഇബ്രാഹിം കുട്ടി ഹാജിയാണ് മരിച്ചത്. 75% പൊള്ളലേറ്റ ഇബ്രാഹിമിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. DCC സെക്രട്ടറി സുധീറിന്റെ വീട്ടിലെത്തി പെട്രോൾ ഒഴിച്ചാണ് ഇബ്രാഹിം കുട്ടി ആത്മഹത്യാ ശ്രമം നടത്തിയത്. കോൺഗ്രസുകാരുടെ പണം തട്ടിപ്പിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത മറ്റൊരു ഇര. കേരളത്തിലെ ഒരു മനുഷ്യരുടെ മനസ്സിലേക്കും ഇതെത്തിയിട്ടില്ല. ഇതിൽ വൈകാരികതയില്ല. ഈ ജീവന് പുല്ലുവിലയാണ്. ഇത് ഏതെങ്കിലും ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ബാങ്കിലായിരിക്കണം. ചർച്ചകൾ പൊടിച്ചേനെ. ഉറങ്ങിക്കിടക്കുന്ന സംഘപരിവാറുകാരും സുഡാപ്പികളും മൗദൂദികളും കോൺഗ്രസുകാരും കൂടി ഒരുമിച്ചെണീറ്റ് ഇവിടെ ഉറഞ്ഞു തുള്ളിയേനെ. പക്ഷെ നമ്മളെ തട്ടിപ്പ്, ആ തട്ടിപ്പെന്ന് പറഞ്ഞാൽ ഹലാൽ തട്ടിപ്പാണല്ലോ. ആ തട്ടിപ്പിൽ ജീവൻ പോയാലും അത് വലിയ സംഭവമല്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ സമൂഹം കാണേണ്ട ഒരു കാഴ്ചയാണ്. കരുവന്നൂരിന്റെ പേരിൽ എന്തെല്ലാം കോലാഹലങ്ങൾ, എന്തെല്ലാം ചർച്ചകൾ ഇവർ നടത്തി. എന്തായിരുന്നു ഉദ്ദേശം? ഇടതുപക്ഷ നേതാക്കന്മാരുടെ വിശ്വാസ്യത തകർക്കുക. അതിനുശേഷം അവിടെ ആരുടെയെങ്കിലും പണം പോയതായിട്ട് നിങ്ങൾ കേട്ടോ? ഇല്ലല്ലോ. ആ കോലാഹലങ്ങൾക്ക് ശേഷം അവർക്ക് തൃശ്ശൂരിൽ ഒരു MP വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു സംയുക്തമായിട്ട്. ഇപ്പോ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച 75 ലക്ഷം രൂപയാണ് ആ വയോധികന് കിട്ടാനുണ്ടായിരുന്നത്. കുറെ ദിവസമായി കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു. സുധീർ എന്ന DCC സെക്രട്ടറിയുടെ വീട്ടിൽ കയറി ഇറങ്ങുകയാണ്. ആ കയറി ഇറങ്ങുന്ന സന്ദർഭങ്ങളിലെല്ലാം സ്വന്തം പൈസ, ആ പൈസ ഏതെങ്കിലുമൊക്കെ അത്യാവശ്യം വേണ്ടി വന്ന് കാണും. അസുഖമോ, അതിനുള്ള ചികിത്സയോ, മക്കളുടെ ഉപരിപഠനമോ, വിവാഹമോ, അല്ലെങ്കിൽ വീട്ടിൽ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമോ വന്നു കാണും. അതുകൊണ്ട് നിരന്തരം കയറി ഇറങ്ങി 75 ലക്ഷം രൂപയുടെ 10 പൈസ കൊടുക്കാതെ അവഗണിച്ച മനോവിഷമത്തിലാണല്ലോ ഒരു വയോധികൻ ഇത് ചെയ്തിട്ടുണ്ടാവുക. ആ ജീവന് ഈ നാട്ടിലെ മാധ്യമങ്ങൾക്ക് പുല്ലുവില എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ ചെയ്യുന്നത് മാധ്യമ പ്രവർത്തനമാണോ ഇല്ലയോ? മനുഷ്യർ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതേ പ്രവർത്തനം ഇടതുപക്ഷക്കാരൻ ചെയ്താലും തെറ്റ് തന്നെയാണ്. അത് വലിയ വാർത്താ വിസ്ഫോടനമാവുകയും എന്നാൽ കോൺഗ്രസുകാരോ BJPക്കാരോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് സാധാരണ സംഭവമായി റിപ്പോർട്ട് ചെയ്ത് കളയുന്ന ഈ തോന്നിവാസം ഇനിയെങ്കിലും ചോദ്യം ചെയ്യപ്പെടണ്ടേ? ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വാർത്തയാണെങ്കിൽ അത് ആഘോഷമാണ്, ചർച്ചയാണ്. എന്തിനേറെ പറയുന്നു, ഇരുട്ടുമുറിയിൽ വരെ അതിനെക്കുറിച്ച് ഈ മാധ്യമ നാറികളായിട്ടുള്ളവന്മാർ അഭിപ്രായം പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഇപ്പോഴും ഒരുത്തനും ചർച്ച ചെയ്യേണ്ട. അന്തിച്ചർച്ചയ്ക്ക് പിണറായിയുമായി ബന്ധപ്പെട്ട എന്ത് വിഷയമുണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട എന്ത് വിഷയമുണ്ട്, CPM-ആയിട്ട് ബന്ധപ്പെട്ട എന്ത് വിഷയമുണ്ടെന്ന് തിരക്കി നടക്കുന്നതിനപ്പുറം റിയൽ ആയിട്ടുള്ള ജനങ്ങളെ ദ്രോഹിക്കുന്ന വിഷയങ്ങൾ വാർത്താ പ്രാധാന്യം ഇല്ലാതാക്കി മുക്കുന്ന ഈ കച്ചവടം ജനം തിരിച്ചറിയണം.